സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ അവസാനിച്ചെങ്കിലും സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസുകാരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും തീരുന്നേയില്ല. ഈ പാവങ്ങളിലെ എല്ലാവരും കൂടി ഇട്ട് പറ്റിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഈ ടിക്ടോക്കും റീൽസ് ഒക്കെ ഉണ്ടാക്കണവന്മാർ വന്നിട്ട് കൺഫോമേറ്റീവ് ഗേറ്റ് 8 എപ്പിസോഡല്ല ഇനി ഒരു എപ്പിസോഡ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു. ഇല്ലാത്ത തിയറിയൊക്കെ ഉണ്ടാക്കി 9 എന്നുള്ളത് 9 മിസ്റ്റേക്കാണ് മൊത്തം. അപ്പോൾ 9 എന്നുള്ളത് വെറുതെ ഉള്ള നമ്പറല്ല, അതിൽ ഒരു എപ്പിസോഡും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു 2-3 ദിവസം എൻ്റെ ഫീഡ് മൊത്തം എന്തായിരുന്നു, ആകെ പ്രാന്തായി. എനിക്കപ്പോഴേ അറിയായിരുന്നു ഒരു കോപ്പും വരാൻ പോകുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെ മിണ്ടിയിട്ടേ ഇല്ല. എനിക്കറിയായിരുന്നു ഇങ്ങനെ തന്നെ ആവുമെന്ന്. അവസാനം അതുപോലെ തന്നെ ഒന്നും വന്നില്ല. ഓഫ് കോഴ്സ് വരില്ലല്ലോ, അവർക്ക് എന്താ പ്രാന്ത. അങ്ങനെ ഒരു എപ്പിസോഡ് ബോണസ് ഉണ്ടെങ്കിൽ അവരതിന് പ്രൊമോട്ട് ചെയ്ത് ഇനി അതിന് ഇല്ലാതാക്കില്ല. അങ്ങനെയല്ലേ ചെയ്യുക. ഇത് വെറുതെ ഈ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ടിക്ടോക്കും ഈ റീൽസ് ഉണ്ടാക്കണമാരും ഉണ്ടാക്കി വിട്ടൊരു തിയറിയായിരുന്നു. അത് ആ വഴിക്ക് പോയി. ഒരു പ്രാന്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നെറ്റ്ഫ്ലിക്സ് ഇതാ വരുന്നത്. അടുത്തൊരു ഡോക്യുമെൻ്ററി ആയിട്ട് നെറ്റ്ഫ്ലിക്സുകാർ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഈ ഫൈനൽ സീസൺ എടുത്തതിനെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി. ഈ ഡോക്യുമെൻ്ററി കണ്ടറിയുക. നെറ്റ്ഫ്ലിക്സ് ഇല്ലേ, ഇതിൻ്റെ കുറ്റം, ഇതിനെന്തെങ്കിലും ഒരു കുറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഡഫർ ബ്രദേഴ്സിൻ്റെ തലയിലിടാൻ വേണ്ടി മാത്രം എടുത്തൊരു ഡോക്യുമെൻ്ററി പോലെ തന്നെ ഉണ്ട്. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എല്ലാ കുറ്റവും ചെയ്ത് ഡഫർ ബ്രദേഴ്സാണ്, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. ആ ഒരു ലെവലിലാണ് ഈ ഡോക്യുമെൻ്ററി. ശരിക്കും എന്തിനാണ് ഒരു ഡോക്യുമെൻ്ററി എടുക്കുക? ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കുന്നു, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കഷ്ടപ്പാടുകൾ, ഓരോ ഡെയിലി അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ്, ഇതൊക്കെ കാണിച്ച് നമ്മളിങ്ങനെ ഒരു ഹൊമാജ് പോലെ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്റ്റ് ഫാൻസിന് ഇനിയും എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടോ എന്ന് നോക്കാനല്ലേ ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക. ഇതല്ല, ഇതിൽ കുറച്ച് ലിറ്ററലി ഓരോ സീനുകളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, ഇതിൻ്റെ ഫൈനൽ 8ാമത്തെ സീസൺ ഇതുവരെ സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. ഈ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഒരാളല്ല, കുറേ ആൾക്കാർ ലിറ്ററലി അതിലൊരു സീനിൽ ഒരു പെണ്ണ് വന്ന് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയില്ല അത് എങ്ങോട്ടാ പോകുന്നതെന്ന്, ഇതൊക്കെ ഒരു അവസാനം ഒന്ന് എത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് ഇതിൻ്റെ റൈറ്റേഴ്സാണ്, ബാക്കിയുള്ള ഡഫർ ബ്രദേഴ്സ് അല്ലാത്ത ബാക്കിയുള്ള റൈറ്റേഴ്സ്. അതും പോരാ, ഇതിൽ വേറൊരു സീനിൽ ഒരു ചങ്ങായി, അവരെ കുറിച്ച് വിവരമുണ്ട്, അവൻ പറയുന്നുണ്ട് ഡെമോ ബാറ്റ്സും ഡെമോ ഗോർഗൻസൊക്കെ വേണ്ടേ അബിസിൽ പോകുമ്പോൾ, അതൊക്കെ എവിടെ ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റിപ്ലൈ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡെമോ ഫെറ്റീഗ് വരും, അതായത് ഒരുപാട് ഡെമോ ഗോർഗൻസിനെ കണ്ട് ആൾക്കാർക്ക് മതിയാവും, നമുക്ക് വെക്നനെ ഫോക്കസ് ചെയ്യാം എന്നാണ് അവർ അതിൽ റിപ്ലൈ പറയുന്നത്. അപ്പം ലിറ്ററലി ഇത് ഒരു സ്പൂഫ് ഡോക്യുമെൻ്ററി ഇല്ലേ, അതായത് എങ്ങനെ ഒരു സീരീസ് എടുക്കാതിരിക്കാം എന്ന് കാണിക്കുന്ന ഒരു പരിപാടി. ഈ ഡയറക്ടർമാരും റൈറ്റർമാരൊക്കെ ഒരു മണ്ടന്മാരാണ് എന്ന് ബേസിക്കലി പറയാതെ പറയാണ് ഈ ഒരു ഡോക്യുമെൻ്ററിയിലൂടെ നെറ്റ്ഫ്ലിക്സ്.